മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച വൈകാരിക കാവ്യങ്ങളിൽ ഒന്നായ പാഥേയം റിലീസായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. എങ്കിലും ഇന്നും ഈ സിനിമ കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറയാറുണ്ട്. ലോഹിതദാസിന്റെ ആഴമുള്ള തിരക്കഥയും മമ്മൂട്ടി എന്ന നടന്റെ അസാധ്യ പ്രകടനവും ഒത്തുചേർന്നപ്പോൾ പിറന്നത് ഒരു വിങ്ങലായിരുന്നു. പ്രശസ്ത കവിയായ ചന്ദ്രദാസിന്റെയും അയാൾക്ക് അവിചാരിതമായി നഷ്ടപ്പെട്ടു പോയ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കോളേജ് വിദ്യാർത്ഥിനിയായി മുന്നിലെത്തുന്ന മകൾ ഹരിതയുടെ കഥയാണ് പാഥേയം. ഒരു അച്ഛനും മകളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ തീവ്രത ഇത്രയധികം മനോഹരമായി ആവിഷ്കരിച്ച മറ്റൊരു സിനിമ മലയാളത്തിൽ കുറവാണ്. ചന്ദ്രദാസ് എന്ന കഥാപാത്രമായി മമ്മൂട്ടി ജീവിക്കുകയായിരുന്നു. സ്നേഹിക്കാൻ കൊതിക്കുന്ന, എന്നാൽ അത് പ്രകടിപ്പിക്കാൻ പതറുന്ന ഒരു അച്ഛന്റെ നിസ്സഹായ അവസ്ഥ അദ്ദേഹം തന്റെ കണ്ണുകളിലൂടെയും ശബ്ദത്തിലൂടെയും പകർന്നു നൽകി. മകളായി അഭിനയിച്ച ചിപ്പിയുടെ കരിയറിലെ ഏറ്റവും മികച്ച വേഷങ്ങളിൽ ഒന്നായിരുന്നു ഹരിത. ബോംബെ രവി സംഗീതം നൽകിയ കൈതപ്രം എഴുതിയ ഈ സിനിമയിലെ ഗാനങ്ങൾ ഇന്നും മലയാളികളുടെ പ്ലേലിസ്റ്റിലുണ്ട്. ചന്ദ്രകാന്തം കൊണ്ട് രാസനിലാവിന് താരുണ്യം എന്നീ പാട്ടുകൾ സിനിമയുടെ മൂഡിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി. ഒടുവിൽ വിധി വീണ്ടും അവരെ അകറ്റുമ്പോൾ താൻ കൊടുത്തയച്ച പാതയും തുറന്നു നോക്കുന്ന ആ രംഗം പ്രേക്ഷകരുടെ നെഞ്ച് തകർക്കുന്ന ഒന്നായിരുന്നു. ബന്ധങ്ങളിലെ തെറ്റിദ്ധാരണകളും വൈകിപ്പോകുന്ന തിരിച്ചറിവുകളും ഒരു മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ഈ ചിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാലം എത്ര കഴിഞ്ഞാലും പാഥേയം മലയാളികളുടെ മനസ്സിൽ ഒരു നൊമ്പരമായി അവശേഷിക്കും.